ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഷോർട്സിൻ്റെയാണ്. അപ്പോൾ ഞാനിത് ഓൺലൈനിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഇത് ആമസോണിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഈ ബ്രാൻഡ് വന്നിട്ട് ഇത് ഇന്ത്യൻ ഗാരേജ് പറഞ്ഞിട്ട് ഒരു ഇന്ത്യൻ പ്രൊഡക്റ്റാണ് ഷോർട്സ്. അപ്പോൾ ഞാൻ ഓൺലൈനിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഷോർട്സൊക്കെ വാങ്ങണത്. ഇതുവരെ വാങ്ങിയിട്ടില്ല. കാരണം നേരത്തെ നോർമലി ഉള്ള കടയിൽ നിന്നൊക്കെയാണ് യൂസ് ചെയ്യുന്ന ഷോർട്സൊക്കെയാണ് വാങ്ങിയത്. അപ്പോൾ എന്താണ് ഡിഫറൻസ് എന്ന് നോക്കാമല്ലോ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പാക്കിംഗ് ഒന്നും കുഴപ്പമില്ല. അതിൻ്റെ അകത്തും വേറൊരു പ്ലാസ്റ്റിക് കവറിൽ പാക്കിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ ബില്ല് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് 560 രൂപ 559 രൂപ ആയിട്ടുണ്ട് കേട്ടോ ബില്ല്. പിന്നെ നോർമലി ഞാൻ വാങ്ങണതൊക്കെ ഒരു 400 റേഞ്ചാണ്. പിന്നെ DNMXൻ്റെ ഒരു ഷോർട്സ് ഉണ്ടായിരുന്നു, അതൊരു 1000 രൂപ വരുന്നുണ്ട്. അതൊന്നും എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ തോന്നി. എനിക്ക് 400 രൂപ വാങ്ങിയത് വാഷിങ്ങിൽ പ്രോബ്ലം തരുന്നുണ്ട്. ഒരു വൈറ്റ് ഷെയ്ഡൊക്കെ വരുന്നുണ്ട് വാഷ് ചെയ്യുന്ന സമയത്ത്. അതിനിപ്പോൾ സോപ്പിൻ്റെ കുഴപ്പമാണോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ഇതൊന്നും കൂടി കവറൊന്ന് ഓപ്പൺ ചെയ്യാം. പാക്കിംഗ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്, മോശമായില്ല. അപ്പോൾ ഇതാണൊരു ലൈറ്റ് ബ്ലൂ കളറാണ് ഷെയ്ഡ്. ക്ലോത്ത് ഏകദേശം ഒരു ജീൻസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ലൈറ്റായിട്ടുള്ളത് അങ്ങനത്തെ ടൈപ്പാണ്. അതിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ. പിന്നെ ഇന്ത്യൻ ഗാരേജ് അതിൻ്റെ നെയിം ബാഡ്ജൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പോക്കറ്റ് അത്യാവശ്യം നല്ല സൈസുണ്ട്, ഫോണൊക്കെ കയറും. പിന്നെ ഇതിൽ സൈഡായിട്ട് ഒരു കോയിൻ ഇടാനൊക്കെ വേണ്ടി ചെറിയൊരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ അതുപോലെ 2 പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അതിൻ്റെ പ്രൈസ് എഴുതിയിരിക്കുന്നത് വന്നിട്ട് 1599 അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അത് മാക്സിമം പ്രൈസാണ് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയത് 560 രൂപ റേഞ്ചിനാണ് കിട്ടിയത്. പിന്നെ ഇതൊരു ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ ഇത് സിബ് ടൈപ്പാണ്. സിബ് എനിക്ക് വലിയ ക്വാളിറ്റി ഇല്ലാത്ത പോലെയൊക്കെ തോന്നി. പിന്നെ ഈ ബഡ്ജറ്റ് ആയതുകൊണ്ടായിരിക്കും. പിന്നെ അഡീഷണലായിട്ട് ഒരു ബട്ടൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വാഷിംഗ് എങ്ങനെ പറഞ്ഞാൽ മെഷീൻ വാഷൊക്കെയാണ് പറയണത്. പിന്നെ ചില സ്ഥലത്തൊക്കെ ഇത് ഇങ്ങനെ കണ്ടില്ലേ, നൂലൊക്കെ പൊന്തി കിടക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ നല്ല ബ്രാൻഡ് എടുക്കുമ്പോൾ വൃത്തിക്ക് കിട്ടും. കാരണം വേറെ ബ്രാൻഡൊന്നും എനിക്ക് ഇങ്ങനെ തോന്നിയില്ല നൂല് പൊങ്ങിയത്. ഇത് ചിലപ്പോൾ വില കുറഞ്ഞതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഓവറോൾ കുഴപ്പമില്ല, സാധനം നല്ല സോഫ്റ്റൊക്കെ ഉണ്ട്. പിന്നെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് വാഷിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലേ അറിയുള്ളൂ എങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ. അപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, കുഴപ്പമില്ല, സൈസൊക്കെ ഫിറ്റ് ആയിട്ടുണ്ട്. എനിക്ക് 30 ആണ് സൈസ്. അപ്പോൾ വാഷിംഗ് ഒക്കെ നോക്കിയിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് തരാം. ഓക്കെ, ബൈ.